രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ പരാതിയുടെ കെട്ടഴിച്ച് വയനാട്ടുകാർ. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലേക്ക് തിരിച്ചു. വീട്ടുകാരും നാട്ടുകാരും എംപിയോട് പരാതി പറഞ്ഞു. ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് പ്രധാനമായും ഉന്നയിച്ചത്. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ ജനം നിലനിൽപ്പിനായി തെരുവിലിറങ്ങിയപ്പോൾ വയനാട് നാളിതുവരെ കാണാത്ത സമരമുഖങ്ങൾക്കാണ് ശനിയാഴ്ച പുൽപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. ആളിക്കത്തിയ ജനരോഷത്തിനു മുന്നിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രതിസന്ധിയിലായി. ഈ സാഹചര്യത്തിലാണ് രാഹുൽ വയനാട്ടിലേക്ക് എത്തിയത്. കാട്ടാന കൊലപ്പെടുത്തിയ വെള്ളച്ചാലിൽ പോളിന്റെ മരണത്തിൽ പ്രതിഷേധിക്കാനായി ആയിരങ്ങൾ ഒഴുകിയെത്തിയിരുന്നു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാവിലെ 7:30യോടെയാണ് രാഹുൽ അജീഷിന്റെ വീട്ടിലെത്തിയത്. 20 മിനിറ്റോളം അദ്ദേഹം വീട്ടുകാരുമായി സംസാരിച്ചു. അജീഷിന്റെ വീട്ടിലെ സന്ദർശനം കഴിഞ്ഞിറങ്ങിയ രാഹുലിനോട് സംസാരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്ന് രാഹുലുമായി പ്രദേശവാസി സംസാരിക്കുകയും ആനയെ പിടിക്കാത്തതിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ആവശ്യത്തിന് ചികിത്സ കിട്ടാനുള്ള സംവിധാനമില്ലെന്നും രാഹുലിനെ അറിയിച്ചു. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും രാഹുൽ ഉറപ്പു നൽകി. മെഡിക്കൽ കോളേജിൽ മാറ്റം കൊണ്ടുവരുമെന്നും അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്, എന്താവശ്യത്തിനും എന്നെ വിളിക്കാം. അജീഷ് എന്ന ആജിയുടെ 9 വയസ്സുകാരനായ മകൻ അലനെ ചേർത്തു നിർത്തി രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അജിയുടെ കുടുംബാംഗങ്ങളുടെ കണ്ണു നിറഞ്ഞു. അജിയുടെ മക്കൾ ധൈര്യശാലികളാണ്. അതിജീവിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടാകും. ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകും, രാഹുൽ ഗാന്ധി പറഞ്ഞു. അജിയുടെ അച്ഛൻ ജോസഫ്, അമ്മ എൽസി, ഭാര്യ ഷീബ, മകൾ അൽന, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരുമായും രാഹുൽ ഗാന്ധി സംസാരിച്ചു. കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലെത്തി രാഹുൽ ആ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചു. ഇവിടെ നിന്ന് ബത്തേരിയിലേക്കാണ് രാഹുൽ ഗാന്ധി പോയത്. ബത്തേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഇവിടുന്ന് തിരിച്ച രാഹുൽ കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന യോഗത്തിലേക്ക് പോയി. തുടർന്ന് അഹമ്മദാബാദിലേക്ക് മടങ്ങും. ഭാരത് ജോഡോ ന്യായ് യാത്ര നിർത്തിവെച്ച ശേഷമാണ് രാഹുൽ വയനാട്ടിലേക്ക് എത്തിയത്. ഇന്നു തന്നെ ജോഡോ ന്യായ് യാത്രയിലേക്ക് രാഹുൽ മടങ്ങും. ഇന്നലെ വൈകുന്നേരം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ രാഹുൽ പുലർച്ചെ റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലും പോളിന്റെ വീട്ടിലും ഡിസംബറിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലും രാഹുൽ സന്ദർശനം നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, MLA-മാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവർ രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്നു. ഇതിനിടെ അജീഷിനെ കൊലപ്പെടുത്തിയ ബേലൂർ മക്ന എന്ന കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യസംഘത്തിന്റെ ശ്രമം ശനിയാഴ്ചയും വിജയിച്ചിട്ടില്ല. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിനുള്ളിലെ കൂടൽ വനത്തിലാണ് ശനിയാഴ്ച ദൗത്യസംഘം ആനക്കടുത്തെത്തിയത്. ദൗത്യം ഇന്നും തുടരും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.